എൻ്റെ അച്ഛൻ സാധാരണ ഒരു നിർമ്മാണ തൊഴിലാളിയായിരുന്നു. അതിനൊപ്പം ചെറിയ രീതിയിലുള്ള കൃഷിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഏകദേശം 60 വയസ്സ് വരെ അദ്ദേഹം ഈ കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോഴും കൃഷിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. റിട്ടയർമെൻറ്റിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറ്റാരെയും അങ്ങനെ ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ റിട്ടയർമെൻറ്റിന് തയ്യാറെടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് സ്ട്രാറ്റജി നിങ്ങളെ സഹായിക്കുമെന്ന് അറിയുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് സമയത്തെ വരുമാന സ്രോതസ്സുകൾ ഏതാണ്, എത്രയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വരവുകൾ, ചെലവുകൾ, അതിലെന്തൊക്കെ നിക്ഷേപമുണ്ട്, എങ്ങനെയൊക്കെയാണ് അദ്ദേഹം അത് നിക്ഷേപിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് അവസാനം വരെ കാണാം. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. പ്രധാനമായിട്ടും പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിക്ഷേപങ്ങളെയും ആ നിക്ഷേപങ്ങളിൽ നിന്ന് അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിൻ്റെ മന്ത്ലി ആവശ്യങ്ങൾക്കുള്ള പണം സ്വരൂപിക്കുന്നു എന്നുള്ളതുമാണ് പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ അതിലും പ്രധാനമായിട്ട് റിട്ടയർമെൻറ്റ് അവസ്ഥയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ റിട്ടയർ ആയിട്ടിരിക്കുന്ന ആൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. നമ്മൾക്ക് വയസ്സാവും തോറും നമ്മളുടെ ചികിത്സാ ചെലവുകൾ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തുമാത്രം സേവ് ചെയ്തു വെച്ചാലും നമ്മൾക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് പ്രധാനമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഫാദറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സീനിയർ സിറ്റിസൺസ് മെഡിക്കൽ ഇൻഷുറൻസും അതോടൊപ്പം തന്നെ എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു കവറേജും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ അദ്ദേഹം അത്യാവശ്യം ഓക്കെ ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഡിറ്റോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിറ്റോ പ്ലാറ്റ്ഫോമുമായിട്ട് കോൺടാക്ട് ചെയ്യാനും നിങ്ങൾക്ക് യോജിക്കുന്ന ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ, ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടെത്താനും, അതല്ല എന്നുണ്ടെങ്കിൽ ഡിറ്റോയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സപ്പോർട്ട് സ്റ്റാഫുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ കണ്ടുപിടിക്കാനും അതിൽ നിങ്ങൾക്ക് ചേരാനുമുള്ള സൗകര്യം നിങ്ങൾക്ക് ഡിറ്റോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുമായിട്ടുള്ള മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ കണ്ടെത്താനും അത് തമ്മിൽ കമ്പയർ ചെയ്യാനും നിങ്ങൾക്ക് യോജിച്ച ഏതാണ് എന്നുള്ള തീരുമാനം നിങ്ങൾക്ക് സ്വന്തമായോ അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ സഹായത്തോടെയോ എടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ റിട്ടയർമെൻ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ എൻ്റെ ഫാദറിന് ഒരു മാസം 20,000 രൂപയാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളൊരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ടാക്കുമ്പോൾ അത് പലതരത്തിലുള്ള അസറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഒരു കാര്യത്തിന് വളരെ പ്രോപ്പറായിട്ടുള്ള എക്സാമ്പിളാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. 20,000 രൂപയിൽ 7,000 രൂപ വരുന്നത് വാടക വരുമാനത്തിൽ നിന്നാണ്. നമ്മളുടെ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാടകയിൽ നിന്നുള്ള വരുമാനം അദ്ദേഹത്തിന് പ്രധാനമായിട്ടുള്ള ഒരു വരുമാന സ്രോതസ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വാടക വരുമാനത്തിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഓരോ വർഷവും നമുക്ക് ചെറിയ തോതിലൊക്കെ അതിലൊരു ഇൻക്രിമെന്റ് വരുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാടക വരുമാനം നിങ്ങളുടെ ഒരു റിട്ടയർമെന്റ് കോർപ്പസിൽ ചേർക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ അതേസമയം തന്നെ വാടക വരുമാനത്തിന്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ഒരു റിയൽ എസ്റ്റേറ്റ് അസറ്റ് നമ്മൾക്ക് വിറ്റ് പോവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് പൈസയ്ക്ക് ആവശ്യം വരുന്ന സമയത്ത് വിറ്റ് പോവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് നമുക്ക് വളരെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു അസറ്റായിട്ട് മാറുകയും ചെയ്യും. അതുമാത്രമല്ല, ചില സമയത്ത് ഈ വാടകയ്ക്ക് ആൾക്കാരെ കിട്ടാതെ വരിക, അല്ലെങ്കിൽ വാടക കൃത്യമായിട്ട് നമുക്ക് കിട്ടാതെ വരിക എന്നുള്ള സിറ്റുവേഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മെയിൻ്റനൻസ് പോലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചെലവുകളും വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ വാടക വരുമാനത്തിന് ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ട്. പക്ഷേ പല ഇൻവെസ്റ്റ്മെന്റ് സ്രോതസ്സുകളിൽ നിന്ന് ഒരെണ്ണമായിട്ട് തീർച്ചയായിട്ടും വാടക വരുമാനത്തിനെ കൺസിഡർ ചെയ്യാം. അതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനമാണ്. ഏകദേശം ഒരു 2,000 രൂപയോളം ഒക്കെ കൃഷിയിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് കൃഷിയിടങ്ങളായിട്ടുള്ള പറമ്പുകളുണ്ട്, അവിടെ നിന്നുള്ളൊരു വരുമാനം അദ്ദേഹം പേഴ്സണലി എൻഗേജ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ എൻഗേജ് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിലുള്ള വരുമാനം അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ളൊരു ഉത്സാഹം നൽകുന്നതോടൊപ്പം തന്നെ ചെറിയൊരു വരുമാനവും നൽകുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ വരുമാനം. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ പക്ഷേ
റിട്ടയർ ആയാലും എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ് ആയിട്ട് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യത്തിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടത്. മൂന്നാമത്തേത് വളരെ സേഫ് ആയിട്ടുള്ള ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളിൽ നിന്നുള്ള വരുമാനമാണ്. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിനെ പറ്റിയിട്ടാണ്. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ കുറച്ച് സമയം മുൻപ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 8.6% സമയത്ത് നമ്മൾ അതിൽ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്. അതിന് മാസം ഏകദേശം ഒരു 2000 രൂപ വെച്ച് നമുക്ക് അതിൽ നിന്ന് പലിശ ആയിട്ട് ഒരു വരുമാനം ലഭിക്കുന്നു. അത് വളരെ ഗ്യാരണ്ടിയുള്ള എന്നാൽ തെറ്റില്ലാത്തൊരു ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന ഒരു സംവിധാനമായിട്ടാണ് കാണുന്നത്. ഇതേപോലെ തന്നെയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് വരിഷ്ഠ വന്ദന യോജന എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം. അത് LIC വഴി എടുക്കുന്ന സ്കീമാണ്. ഇപ്പോൾ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഓഫീസ് സ്കീം, ഇതിൻ്റെ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 7.4 ഉള്ളൂ. നമ്മളുടെ മുമ്പ് എടുത്തൊരു സമയത്ത് 8.6 ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് അത് കാണാം. നാലാമത്തെ വരുമാന സ്രോതസ് അദ്ദേഹത്തിന്റെ എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നുള്ള വരുമാനം. ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നുള്ള വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ചാനലിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സെറ്റപ്പ് വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതായത് ട്രഷറിയിൽ നിന്നുള്ള നിക്ഷേപം. ഞാനും ഫാദറും കൂടെ പോയി ട്രഷറിയിൽ നിക്ഷേപിക്കുന്ന ഒരു വ്ളോഗ് ടൈപ്പുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രഷറിയിൽ നമ്മൾ കുറച്ച് എമൗണ്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അടുത്തുള്ള അത്യാവശ്യം നല്ല റെപ്യൂട്ടേഷനുള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്കിലും കുറച്ച് FD ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് മന്ത്ലി എന്നുള്ള നിലയ്ക്ക് 3000 രൂപ ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അത് നമുക്ക് അത്യാവശ്യം നല്ല ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. മൊത്തം പൈസയും ഒരു സ്ഥലത്ത് ഇടരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യമാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതായത് കുറച്ച് എമൗണ്ട് ട്രഷറിയിൽ, കുറച്ച് എമൗണ്ട് തെറ്റില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ഇപ്പോൾ 6-നും 7-നും ഇടയ്ക്കൊക്കെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത്. അതേസമയം ട്രഷറികളിൽ 7.5% ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 8000 രൂപയോളം മാസ വരുമാനം കിട്ടുന്ന UP പവർ കോർപ്പറേഷന്റെ ബോണ്ടുകളാണ്. അതായത് അതൊരു കോർപ്പറേഷൻ ബോണ്ടാണ്. ഫിക്സ്ഡ് ഇൻകം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വഴി നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു ബോണ്ടാണ്. നിങ്ങൾക്കും വാങ്ങാനായിട്ട് സാധിക്കും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഏകദേശം ഒരു 10 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 മാസം കൂടുമ്പോൾ നമുക്ക് 25,400 രൂപയോളം ഒക്കെ ഇൻട്രസ്റ്റ് കിട്ടുന്ന തരത്തിലുള്ള ഒരു ബോണ്ടാണ്. വളരെ നല്ല രീതിയിൽ ഇതുവരെയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബോണ്ടാണ്. അദ്ദേഹത്തിനുള്ള ഒരു ഫിക്സ്ഡ് ആയിട്ട് ഇൻകം കിട്ടുന്ന ഒരു വരുമാന സ്രോതസ്സുകൾ പല സ്ഥലങ്ങളിലായിട്ട് നിക്ഷേപിച്ചിരിക്കുകയാണ്. ബോണ്ടുകളിൽ, ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ, ട്രഷറികളിൽ, അതുപോലെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിലൊക്കെ നിക്ഷേപിച്ചിരിക്കുകയാണ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിക്ഷേപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള റിസ്ക് നമ്മൾ കാര്യമായിട്ട് കുറച്ചിട്ടുണ്ട്. അതുവഴി ഈ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട്, അല്ലെങ്കിൽ ഇതൊന്ന് ഗ്രോ ചെയ്യിക്കുന്നതിനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ലാർജും മിഡും സ്മോളുമായിട്ടുള്ള ചെറിയ മ്യൂച്വൽ ഫണ്ടുകളുടെ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളും നടത്തുന്നുണ്ട്. അത് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ അത്യാവശ്യം ഉയർന്ന നിലയിലുള്ളപ്പോൾ അതിൽ നിന്ന് പൈസ എടുത്ത് ഈ ഡെറ്റ് ആയിട്ടുള്ള സ്കീമിലേക്കും തിരിച്ചും നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ട്രേഡ് ക്രെഡിന്റെ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്ങിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുള്ള നിക്ഷേപങ്ങൾ. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ, അതായത് മ്യൂച്വൽ ഫണ്ടും ട്രേഡ് ക്രെഡിന്റെ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്ങും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അസോസിയേറ്റഡ് പോർട്ട്ഫോളിയോ എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ള എക്സ്പെൻസിനുള്ള കാര്യങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ വാടക, കൃഷിയിൽ നിന്നുള്ള വരുമാനം, അതുപോലെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നും ട്രഷറികളിൽ നിന്നുള്ള വരുമാനം, അതുപോലെ ബോണ്ടുകളിൽ നിന്നുള്ള വരുമാനം തന്നെയാണ്. ആ കാര്യങ്ങൾ കൊണ്ട് മാസ ചെലവുകൾ നടന്നു. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു റിട്ടയർമെന്റ് കോർപ്പസ് നിങ്ങൾക്കും നിർമ്മിക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ സപ്പോർട്ട് എടുക്കുന്നതിനായിട്ട് ആസ്ക് ഗ്രൂപ്പിംഗ് സർവീസിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ 8848030018 ആണ്. അതേപോലെ തന്നെ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ഡിറ്റോ പ്ലാറ്റ്ഫോമിനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.